4000 രൂപ മതി നിങ്ങൾക്ക് ഹംപി കണ്ട് കറങ്ങി വരാൻ. എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഹൈദരാബാദിൽ നിന്നാണ് ഞാൻ എൻ്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൈദരാബാദ് ടു ഹൊസ്പേട്ട് 3AC ട്രെയിൻ ടിക്കറ്റ് ചാർജ് ആയത് 900 രൂപയാണ്. ഹൊസ്പേട്ട് ചെന്നിറങ്ങി അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലെത്തി ഹൊസ്പേട്ട് ടു ഹംപി ബസ് ടിക്കറ്റ് ചാർജ് ആയത് 20 രൂപയാണ്. ഹംപിയിൽ ചെന്നിറങ്ങി ഞാനൊരു ഹോം സ്റ്റേയിൽ റൂം എടുത്തു. 900 രൂപയാണ് പെർ ഡേ റെൻ്റ് ആയത്. ഞാനൊരു സോളോ ട്രിപ്പാണ് പോയത്, അതുകൊണ്ടാണ് ഇത്രയും റേറ്റ്. നിങ്ങളൊരു 2-3 പേരൊക്കെ ആണെങ്കിൽ പെർ ഹെഡ് ഒരു 250 മുതൽ 300 രൂപയ്ക്ക് ഇവിടെ റൂം കിട്ടും. അത് കഴിഞ്ഞ് ഞാനൊരു സൈക്കിൾ റെൻ്റ് എടുത്തു. 200 രൂപയാണ് ഒരു ദിവസത്തെ റെൻ്റ് ആയത്. അവിടെ നിന്ന് ആദ്യം പോയത് വിരൂപാക്ഷ ടെമ്പിളിലേക്കാണ്. 25 രൂപയാണ് എൻട്രി ഫീസ്. ഇതേ ടിക്കറ്റ് തന്നെ മതി നിങ്ങൾക്ക് വിത്തല ടെമ്പിളിലും പോകാൻ. അതേ ദിവസം പോവുകയാണെങ്കിൽ. അടുത്ത ദിവസമാണെങ്കിൽ നിങ്ങൾ മറ്റൊരു ടിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വരും. വിരൂപാക്ഷ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ പോയത് കൃഷ്ണ ടെമ്പിളിലേക്കാണ്. പിന്നീട് ലക്ഷ്മി നരസിംഹ സ്റ്റാച്ചു, ബദാവിലിംഗ ടെമ്പിൾ, അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ, ഹസാര രാമചന്ദ്ര ടെമ്പിൾ, ലോട്ടസ് മഹൽ, എലിഫന്റ് സ്റ്റേബിൾസ്, റോയൽ എൻക്ലോഷർ, ഭോജനശാല ഇവയൊക്കെ കണ്ട് അവസാനം ഹേമകുട്ട ഹിൽസിലെ സൺസെറ്റും കണ്ടിട്ടാണ് ആദ്യ ദിവസം അവസാനിപ്പിക്കുന്നത്. 360 രൂപയാണ് ആദ്യത്തെ ദിവസത്തെ ഫുഡിന്റെ ചെലവായത്. രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ മാതങ്ക ഹിൽസിലേക്കാണ് പോയത്. അവിടുത്തെ സൺറൈസ് കണ്ടതിന് ശേഷം തിരിച്ചു വന്ന് ഒരു സൈക്കിൾ റെന്റിന് എടുത്തു. 150 രൂപയാണ് രണ്ടാമത്തെ ദിവസത്തെ സൈക്കിൾ റെന്റിനായത്. ഇനി പറയാൻ പോകുന്ന സ്ഥലങ്ങൾ കാണാനായിട്ട് നിങ്ങൾക്ക് സൈക്കിൾ എടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് നടന്നു പോയിട്ടായാലും കാണാൻ കഴിയും. ആദ്യം പോയത് ഞാൻ അച്യുതറായ ടെമ്പിളിലേക്കാണ്. അതിനുശേഷം വരാഹ ടെമ്പിൾ, കിങ്സ് ബാലൻസ്, വിത്തല ടെമ്പിൾ, റൂയിൻഡ് ഗേറ്റ് വേ, ഓൾഡ് ശിവ ടെമ്പിൾ ഇതെല്ലാം കണ്ട് ഞാൻ എൻ്റെ ട്രിപ്പ് അവസാനിപ്പിച്ചു. 360 രൂപയാണ് അന്നത്തെ ദിവസത്തെ ഫുഡിന്റെ ചാർജ് ആയത്. ഹംപി ടു ഹോസ്പിറ്റലിലേക്കുള്ള ബസ്സിന്റെ ടിക്കറ്റ് ചാർജ് ആയത് 20 രൂപയാണ്. തിരിച്ച് ഹോസ്പിറ്റൽ ടു ഹൈദരാബാദിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റിന്റെ 3rd ACയിലെ റേറ്റ് 900 രൂപയായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ 3845 രൂപയാണ് എനിക്ക് മൊത്തം ചിലവായത്. അപ്പോൾ ഹംപി കാണാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഈ റീൽ അയച്ചു കൊടുത്തേക്ക്.